ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും പ്രത്യേകിച്ച് പുതുതലമുറയിൽ വായനാശീലം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് വി ശിനിലാലിന്റെ ലോകം. ലളിതമായ ഭാഷയാണ്, നമുക്ക് പരിചിതമായിട്ടുള്ള കഥാസന്ദർഭങ്ങളാണ്, സാധാരണയായിട്ട് നമ്മുടെ ചുറ്റിലും കാണുന്ന കഥാപാത്ര ഘടന, ഇതൊക്കെ വായനക്കാരെ ഈ നോവലിലേക്ക് അടുപ്പിക്കുന്നു. ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആർബിട്രേറ്റർ അമിതാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അമിത്തും ഭാര്യ ദയയും തമ്മിലുള്ള ചില സംഘർഷങ്ങൾ പരിമിതമായി അവതരിപ്പിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, പ്രവചനാതീതമായ രീതിയിൽ കഥയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അമിത് ഇന്നത്തെ കാലത്തിന്റെ വക്താവാണ്. ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടി നിലകൊള്ളുന്ന, ഇന്നത്തെ മുതലാളിത്ത കമ്പോള വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരാൾ. അയാൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിന്റെ ഭാഗ്യപത്രം എന്നോണമാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രതിനായകനായി വന്ന്, അല്ലെങ്കിൽ എഴുത്തുകാരൻ ഒരു പ്രതിനായകനായി അമിത്തിനെ അവതരിപ്പിച്ച് പിന്നീട് ഈ വ്യത്യസ്തമായ ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വയം നവീകരിക്കുന്ന ഒരു നായകനായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു നായകനായിട്ടാണ് അമിത്തിനെ ഈ കൃതിയിൽ അവതരിപ്പിക്കുന്നത്. പുസ്തകം വായിക്കുമ്പോൾ എന്നിലെ വായനക്കാരിക്ക് ഒരു സിനിമ കാണുന്ന പ്രതീതിയായിരുന്നു. അത്രമേൽ ഓരോ കഥാസന്ദർഭങ്ങളും ദൃശ്യങ്ങളായിട്ട് മനസ്സിൽ ഇങ്ങനെ വരികയായിരുന്നു. വളരെ ഉദ്വേഗജനകമായിട്ടുള്ള വായനയാണ്. പല പോയിന്റിലും നമുക്ക് തന്നെ ഇനി എന്താകും, ഇനി എങ്ങനെയാണ് കഥ മുന്നോട്ട് പോവുക എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ഉത്തരമില്ലാതെ ചില ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് വായനക്കാരിൽ സസ്പെൻസ് നിറച്ചുകൊണ്ട് കൂടിയാണ് ലോക്കപ്പ് അവസാനിക്കുന്നത്.